ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് അരിപ്പൊടിയും നേന്ത്രപ്പഴവും കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കിടിലൻ റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നു പോവല്ലേ. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വലിയ നേന്ത്രപ്പഴമായിട്ടാണ് ഞാൻ ഒന്ന് എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ ശേഷം അതിനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നാലായിട്ട് ഒന്ന് കട്ട് ചെയ്ത ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ അതിവിടെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പഴം എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ലൊരു പഴുത്ത പഴം തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതവിടെ പഴമെല്ലാം അരിഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 2 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്ത ഇതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വേണമെങ്കിൽ ബദാമൊക്കെ ചേർക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇവിടെ മുന്തിരിയും അണ്ടിപ്പരിപ്പും എല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതേ പാനിൽ തന്നെ നമുക്കിതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം കേട്ടോ. പഴം ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ തീ കുറച്ച് വെച്ച് അതിനെ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ആ നെയ്യിൽ കിടന്ന് പഴം നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ പഴം ഇവിടെ നെയ്യിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ അരമുറി തേങ്ങ ചിരകിയതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അടുത്ത ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ആ പഞ്ചസാരയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ. ആ തേങ്ങയും അതുപോലെ തന്നെ ആ ഏത്തപ്പഴമൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് സോഫ്റ്റായി കിട്ടണം. അടുത്ത ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയാണ് കേട്ടോ. അത് ഞാൻ കുറച്ച് മാറ്റി വെച്ച ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി ഇത് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇതിവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ അളവിൽ പഞ്ചസാരയും 1 കപ്പ് അളവിൽ അരിപ്പൊടിയാണ്. അരിപ്പൊടി ഇടിയപ്പത്തിൻ്റെ മാവാണ് കേട്ടോ. അടുത്ത് ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ പാലും കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം. അരച്ചെടുത്ത കൂട്ട് നമുക്കിതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഏത്തപ്പഴ മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ അപ്പോൾ കുറച്ച് മാറ്റി വെച്ച ശേഷമാണ് ഇത് മിക്സ് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമ്മൾ ആവിയിൽ വേവിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു സ്റ്റീമറിലേക്ക് ഒരു വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വാഴയില നല്ലതുപോലെ വാട്ടിയ ശേഷം ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വാഴയിലയിൽ തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നല്ല നാടൻ പലഹാരങ്ങളൊക്കെ വാഴയിലയിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതൊന്ന് ഒരു സ്പൂണ് കൊണ്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തും ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്ത ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഏത്തപ്പഴവും ആ മിക്സ് നമ്മളിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതവിടെ കുറച്ച് ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നമ്മളിത് വെന്ത് വരുമ്പോൾ തന്നെ നല്ല കാണാൻ ഭംഗിയായിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. ഇനി അടുത്ത് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്.
ഇനി ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. മൂടി വെച്ച് ഒരു 10-15 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ വെന്ത് സോഫ്റ്റായി കിട്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. മണം നല്ല ഏലക്കയുടെയൊക്കെ മണമുള്ള നല്ലൊരു പലഹാരമാണ്. അപ്പോൾ ഇനി ഇത് ഒന്ന് ഇറക്കി വയ്ക്കട്ടെ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ പതുക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. നല്ല രസമാണ് കേട്ടോ, കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇനി ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ചൂടുണ്ട്. അപ്പോൾ ഒന്ന് പതുക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നല്ല സ്വാദിഷ്ടമായ അരിപ്പൊടിയും നേന്ത്രപ്പഴവും കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ പലഹാരം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ചൂടാണ്. ഇതെല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.